ഒരാൾ ഒരു യാത്രയിൽ ആദ്യ 18 കിലോമീറ്റർ ദൂരം 6 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും അടുത്ത 20 കിലോമീറ്റർ ദൂരം 5 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും ബാക്കിയുള്ള 27 കിലോമീറ്റർ ദൂരം 9 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചു. മൊത്തം യാത്രയിലെ ശരാശരി വേഗം എത്ര? ഇത് 8/2/26 നടന്ന ജൂനിയർ ക്ലർക്ക് CSEB പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമ്മൾ ഈ ചോദ്യം ഏകദേശ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. യാത്ര പുറപ്പെടുന്നത് എയിൽ നിന്നാണ് സങ്കല്പിക്കുക, അവസാനിക്കുന്നത് ഡിയിലാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അയാൾ ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് യാത്ര ചെയ്യുന്നു, പിന്നീട് ബിയിൽ നിന്ന് സിയിലേക്ക് യാത്ര ചെയ്യുന്നു, ഒടുവിൽ സിയിൽ നിന്ന് ഡിയിലേക്കും യാത്ര ചെയ്യുന്നു. ഈ 3 ഘട്ടങ്ങളിലും നമുക്ക് ദൂരം തന്നിട്ട് ആദ്യ ഘട്ടത്തിൽ അയാൾ യാത്ര ചെയ്യുന്നത് 18 കിലോമീറ്ററാണ്. അപ്പോഴത്തെ അയാളുടെ വേഗത 6 കിലോമീറ്റർ പ്രതി മണിക്കൂർ ആണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ദൂരവും വേഗതയും അറിയാം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാനെടുത്ത സമയം നമുക്ക് കാണാം. ഇവിടുത്തെ ദൂരം അറിയാം, വേഗത അറിയാം. അപ്പോൾ ഈ ഘട്ടത്തിൽ അയാൾ യാത്ര ചെയ്യാനെടുത്ത സമയം കാണാൻ ദൂരം ബൈ വേഗത ചെയ്യുക, 18/6 3 മണിക്കൂർ എന്ന് കിട്ടി. ഇതുപോലെ ഓരോ ഘട്ടത്തിലും ചെയ്യുക. അടുത്ത ഘട്ടത്തിൽ നമുക്ക് സമയം കാണാൻ ഇവിടുത്തെ ദൂരം 20 ആണ്, വേഗത 5 ആണ്, 20/5 4 മണിക്കൂർ. അവസാന ഘട്ടത്തിൽ സമയം ദൂരം ബൈ വേഗത, ദൂരം 27 ബൈ വേഗത 9 3 മണിക്കൂർ. ഇപ്പം നമുക്ക് ഈ 3 യാത്രകളിലും ആകെ ഒരു യാത്രയാണ്, അതിനെ 3ആയി പിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ഘട്ടത്തിലത്തെ ദൂരം അറിയാം, അപ്പോഴത്തെ സമയം നമുക്ക് കിട്ടി. അടുത്ത ഘട്ടത്തിലും ദൂരം അറിയാം, സമയം കണ്ടുപിടിച്ചു. അവസാന ഘട്ടത്തിലത്തെയും ദൂരം അറിയാം, സമയം കണ്ടുപിടിച്ചു. നമുക്ക് കാണേണ്ടത് ശരാശരി വേഗമാണ്. ശരാശരി വേഗത കാണാനുള്ള സൂത്രവാക്യം ആകെ ദൂരം ബൈ ആകെ സമയം. അപ്പോൾ ആകെ ദൂരം പറഞ്ഞാൽ ഈ 3 ഘട്ടത്തിലത്തെയും ദൂരങ്ങൾ കൂട്ടുക, 18ഉം 20ഉം 27. 18 + 20 + 27 ബൈ ആകെ സമയം. ഈ 3 ഘട്ടങ്ങളിൽ നമ്മൾ സമയം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എല്ലാ സമയങ്ങളും കൂടി കൂട്ടുക, അതായത് 3ഉം 4ഉം 3ഉം. 3 + 4 + 3. അംശങ്ങൾ കൂട്ടുമ്പോൾ 20ഉം 18ഉം 38ഉം 7ഉം 45ഉം 20ഉം 65 ബൈ 3 4 7 3 10. 65/10. 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ഉത്തരം 6.5. ഇത് വേഗതയാണ്, യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ. ടാപ്പ് എ തുറന്നാൽ 30 മിനിറ്റ് സമയം കൊണ്ടും ടാപ്പ് ബി തുറന്നാൽ 40 മിനിറ്റ് സമയം കൊണ്ടും ഒരു ടാങ്കിൽ ജലം നിറയും. ടാപ്പ് സി തുറന്നാൽ 60 മിനിറ്റ് സമയം കൊണ്ട് ടാങ്കിലെ ജലം പൂർണ്ണമായും ഒഴുകിപ്പോകും. ഈ 3 ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മിനിറ്റ് സമയം കൊണ്ട് ടാങ്ക് നിറയും? ഇത് 8/2/26 നടന്ന ജൂനിയർ ക്ലർക്ക് CSEB പരീക്ഷയ്ക്ക് എന്ന ചോദ്യമാണ്. നമ്മൾ ഈ ചോദ്യം ഏകദേശ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു വാട്ടർ ടാങ്ക്. ഇതിലേക്ക് എ എന്ന ടാപ്പ് ഉണ്ട്. ഇത് ഉള്ളിലേക്ക് വെള്ളം വരാനുള്ള ടാപ്പാണ്. അടുത്ത ടാപ്പ് ബി, അതും ഉള്ളിലേക്ക് വെള്ളം വരാനുള്ള ടാപ്പാണ്. അടുത്ത ടാപ്പ് സി, ഇത് പുറത്തേക്ക് വെള്ളം ഒഴുക്കി കളയാനുള്ള ടാപ്പാണ്. നമ്മൾ ഈ ടാങ്കിലേക്ക് ഈ ടാപ്പ് എ മാത്രം തുറന്ന് വയ്ക്കുക, മറ്റേതെല്ലാം അടച്ചു വയ്ക്കുക. ടാപ്പ് എ മാത്രം തുറന്നാൽ അരമണിക്കൂർ കൊണ്ട് 30 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് നിറയും. ബാക്കി എല്ലാ ടാപ്പുകളും അടച്ച് ടാപ്പ് ബി മാത്രം തുറന്നാൽ ഈ ടാങ്ക് 40 മിനിറ്റ് കൊണ്ട് നിറയും. ഈ എല്ലാ ടാപ്പുകളും അടച്ചു വെച്ച്, എയും ബിയും അടച്ചു വെച്ച് സി മാത്രം തുറന്നു വെച്ചാൽ 60 മിനിറ്റ് കൊണ്ട്, അതായത് 1 മണിക്കൂർ കൊണ്ട് ഈ ടാങ്കിലത്തെ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുകിപ്പോവും. നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓരോ ടാപ്പും മാത്രം തുറക്കാനാണ് പറഞ്ഞത്. ഈ 3 ടാപ്പും ഒപ്പം തുറന്നു വെച്ച് നമ്മൾ വെള്ളം നിറയ്ക്കാൻ ശ്രമിച്ചാൽ ഈ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം എന്നാണ് കാണേണ്ടത്. അതിനായിട്ട് നമ്മൾ 1/a + 1/b - 1/b 1/c എന്ന് ഇതിൽ വില കൊടുത്താൽ മതി. അതായത് ഇത് ഉള്ളിലേക്ക് വരുന്ന ടാപ്പാണ്, ഇതും ഉള്ളിലേക്ക് വരുന്ന ടാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും അത് നമ്മൾ കൂട്ടുന്നു, രണ്ടും പോസിറ്റീവായിട്ട് കൂട്ടുന്നു. ഇത് പുറത്തേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് അത് കുറയ്ക്കുന്നു. അപ്പോൾ 1/a + 1/b - 1/c, അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും റെസിപ്രോക്കൽസ് എടുത്തിരിക്കുന്നത്, വ്യുൽക്രമങ്ങൾ എടുത്തിരിക്കണം. നമ്മൾ വില കൊടുക്കുമ്പോൾ 1/30 + 1/40 - 1/60. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഛേദങ്ങൾ തുല്യപ്പെടുത്തണം. അപ്പോൾ ഛേദങ്ങളുടെ LCM കാണണം. 30 40 60 ഇതിൻ്റെ നമുക്ക് LCM കാണണം, ലസാഗു കാണണം. ഇവിടെ 30ൻ്റെ ഗുണിതമാണ് 60, 30ൻ്റെ മൾട്ടിപ്പിളാണ് 60. അപ്പോൾ നമുക്ക് 30 ഒഴിവാക്കിയിട്ട് ബാക്കി 40ഉം 60ഉം മാത്രം എടുത്തിട്ട് LCM കണ്ടാൽ മതി.
2നെ നമുക്ക് 10 കൊണ്ട് ഹരിക്കാം. 40 40 6 10 60. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 2 4 3 2 6. ഇനി ഹരിക്കാൻ പറ്റില്ല. ഈ സംഖ്യകൾ ഗുണിക്കുന്നു. 10 × 2 20 × 2 40 × 3 120 ലസാഗു കിട്ടി. ഇനി നമ്മളെല്ലാ ഛേദങ്ങളെയും 120 ആക്കി മാറ്റണം. അപ്പോൾ ഈ 30 120 ആവാൻ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. 1/30 × 4/4 പ്ലസ് 40 120 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. അംശത്തെയും ഛേദത്തെയും 3 കൊണ്ട് ഗുണിക്കുകയാണ്. 1/40 × 3/3 മൈനസ് 60 120 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുകയാണ്. നമുക്ക് 1/60 × 2/2 എഴുതാം. ഇവിടെ ഗുണിക്കുമ്പോൾ അംശങ്ങൾ 1 4 4 ഛേദങ്ങൾ 30 4 120 പ്ലസ് അംശങ്ങൾ ഗുണിക്കുമ്പോൾ 1 3 3 ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 40 × 30 120 മൈനസ് അംശങ്ങൾ ഗുണിക്കുമ്പോൾ 1 2 2 ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 62 120. ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി. അതുകൊണ്ട് ഇനി അംശങ്ങൾ എന്താ ചെയ്യേണ്ടത് ചെയ്താൽ മതി. അതായത് കൂട്ടിയ ശേഷം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 4 + 3 - 2 എന്ന് എഴുതിയിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ പൊതുവായ ഛേദമായിട്ട് 120 എഴുതാം. ഇനി അംശങ്ങൾ 4 3 കൂട്ടിയ 7 7 2 കുറച്ച് 5 എന്ന് വരും ബൈ 120. നമുക്ക് ഉത്തരം കാണാൻ ഈ അവസാനം കിട്ടിയതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഉൽക്രമം എടുത്താൽ മതി. തിരിച്ചിടുക. ഉത്തരം 120/5 ഹരിച്ചാൽ 24 മിനിറ്റ്. അതായത് ഈ 3 ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ 24 മിനിറ്റാണ് വേണ്ടത്. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് ലഭിക്കും. തെറ്റായ ഓരോ ഉത്തരത്തിനും 1 മാർക്ക് കുറയുകയും ചെയ്യും. 100 ചോദ്യങ്ങൾ ഉള്ള പ്രസ്തുത പരീക്ഷ എഴുതിയ കുട്ടിക്ക് ആകെ 120 മാർക്ക് ലഭിച്ചു. എത്ര ചോദ്യങ്ങൾക്കാണ് ശരി ഉത്തരം എഴുതിയത്? ഇത് 8/2/26 നടന്ന ജൂനിയർ ക്ലർക്ക് CSEB പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമ്മൾ ചോദ്യത്തിൽ എത്ര ചോദ്യങ്ങൾക്കാണ് ശരി ഉത്തരങ്ങൾ എഴുതിയതാണ് കാണേണ്ടത്. അപ്പോൾ ശരി ഉത്തരങ്ങളുടെ എണ്ണം X എന്ന് കരുതുക. ഇനി ഒരു ശരി ഉത്തരത്തിന് 3 മാർക്കാണ് പരീക്ഷയിൽ ചോദ്യത്തിൽ പറയേണ്ടത്. ഒരു ശരി ഉത്തരത്തിന് 3 മാർക്ക്. അപ്പോൾ ആകെ ശരി ഉത്തരങ്ങൾ X ആണ്. ഒരു ശരി ഉത്തരത്തിൻ്റെ മാർക്ക് 3 ആണ്. അപ്പോൾ ശരി ഉത്തരങ്ങളിൽ നിന്ന് എത്ര മാർക്ക് കിട്ടും? ശരി ഉത്തരങ്ങളിൽ നിന്ന് ഇത് 2 കൂടി ഗുണിച്ച 3x. ശരി ഉത്തരങ്ങളിൽ നിന്ന് ആ കുട്ടിക്ക് 3x മാർക്ക് ലഭിക്കും. ഇതുപോലെ നമുക്ക് തെറ്റുത്തരങ്ങളുടെ കാര്യം നോക്കാം. ശരി ഉത്തരങ്ങളുടെ എണ്ണം X ആണ്. ആകെ ചോദ്യങ്ങൾ 100 ആണ്. അപ്പോൾ തെറ്റിച്ചത് എത്രയാണ്? 100 നിന്ന് X കുറച്ചാൽ മതി. തെറ്റുത്തരങ്ങളുടെ എണ്ണം 100 - X. ഒരു തെറ്റുത്തരത്തിൻ്റെ മാർക്ക് 1 ആണ് പറയുന്നത്. ഓരോ തെറ്റായ ഉത്തരത്തിനും 1 മാർക്ക് കുറയ്ക്കും. അപ്പോൾ തെറ്റുത്തരങ്ങളുടെ എണ്ണം 100 - X. ഒരു ഉത്തരത്തിൻ്റെ മാർക്ക് 1 ആണ്. ഇപ്പോൾ ഈ തെറ്റുത്തരങ്ങളിൽ നിന്ന് എത്ര മാർക്ക് പോകും? അത് കുറയ്ക്കണമല്ലോ. അപ്പോൾ തെറ്റുത്തരങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന മാർക്ക് 100 - X-നെ 1 കൊണ്ട് ഗുണിക്കുക. 1 × 100 - X. അപ്പോൾ 100 - X. അപ്പോൾ നമുക്ക് ശരി ഉത്തരങ്ങളിൽ നിന്ന് കിട്ടുന്ന മാർക്ക് കിട്ടി 3x. തെറ്റുത്തരങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന മാർക്ക് കിട്ടി 100 - X. അപ്പോൾ ആകെ മാർക്ക് കാണാൻ ഇത് കുറയ്ക്കണം അല്ലേ? ആദ്യത്തേത് രണ്ടാമത്തെ കുറയ്ക്കണം. അപ്പോൾ ആകെ മാർക്ക് 3x കുറയ്ക്കണം 100 - X. ഇത് ബ്രാക്കറ്റ് ഇടണം. കാരണം ഇതിൽ 2 പദങ്ങളുണ്ട്. അതുകൊണ്ട് ആകെ മാർക്ക് കിട്ടുന്ന മാർക്ക് 3x കുറയ്ക്കണം. നഷ്ടപ്പെടുന്ന മാർക്ക് 100 - X. അപ്പോൾ 3x കുറയ്ക്കണം ബ്രാക്കറ്റിനുള്ളിൽ 100 - X സമം ആകെ മാർക്ക് നമുക്ക് തന്നിട്ട് ചോദ്യത്തിൽ 120. ഇനി നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. 3x ഇതിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ചിഹ്നമായത് കാരണം, അതായത് മൈനസ് പറയുമ്പോൾ -1 എന്നാണ്. -1 കൊണ്ട് ഇതിനെ 2നെ ഗുണിക്കണം. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ 2ൻ്റെ ചിഹ്നങ്ങൾ മാറും. അപ്പോൾ 3x ഈ പോസിറ്റീവ് 100 മാറി -100 ആവും. -x മാറി +x ആവും. അപ്പോൾ 3x - 100 + x = 120. 3xും 1xും കൂട്ടിയാൽ 4x. -100 വലത്തോട്ട് എടുത്തു. അപ്പോൾ 120 + 100. 4x = 120. 100 കൂട്ടിയാൽ 220. x = 220/4 ഹരിക്കുമ്പോൾ 55 എന്ന് കിട്ടും. എന്താണ് x? നമ്മൾ ശരി ഉത്തരങ്ങളുടെ എണ്ണമാണ് X എടുത്തിരുന്നത്. അത് കിട്ടി 55. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരുന്നത് ശരി ഉത്തരങ്ങളുടെ എണ്ണമാണ്. ഉത്തരം ശരിയായ ഉത്തരങ്ങളുടെ എണ്ണം 55. ഇനി നമുക്ക് ഈ കണക്ക് ഇതേപോലെ വന്നാൽ ഒരു എളുപ്പ വഴിയിൽ നമുക്ക് കണക്ക് ചെയ്യാം. അതായത് ആകെ ചോദ്യം കൂട്ടണം ആകെ മാർക്ക് ഹോൾ ഡിവൈഡഡ് ബൈ ഒരു ശരിയുത്തര മാർക്ക് കൂട്ടണം ഒരു തെറ്റുത്തര മാർക്ക്. ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഈ കണക്ക് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യം ഇതേപടി വരണം. അപ്പോൾ ആകെ ചോദ്യം എത്ര? 100 ആണ്. പ്ലസ് ആകെ മാർക്ക് തന്നിട്ടുണ്ട് 120 ബൈ ഒരു ശരി ഉത്തരത്തിൻ്റെ മാർക്ക് 3 കൂട്ടണം ഒരു തെറ്റുത്തരത്തിൻ്റെ മാർക്ക് 1. അംശങ്ങൾ കൂട്ടുക 100 120 കൂട്ടിയ 220 ബൈ ഛേദങ്ങൾ കൂട്ടുമ്പോൾ 3 1 4 220/4. ഉത്തരം 55. 16 ആൺകുട്ടികളുടെ ശരാശരി ഭാരം 50.25 കിലോഗ്രാം.
ബാക്കിയുള്ള 8 ആൺകുട്ടികളുടെ ശരാശരി ഭാരം 45.15 കിലോഗ്രാം. ആകെ ആൺകുട്ടികളുടെ ശരാശരി ഭാരം കാണുക. ഇത് 20/7/25 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി CSEB പരീക്ഷിക്കുമെന്ന ചോദ്യമാണ്. നമുക്ക് ഈ കണക്ക് 2 ഘട്ടങ്ങളായിട്ട് ചെയ്യാം. ആദ്യ ഭാഗത്തിൽ 16 ആൺകുട്ടികളും അവരുടെ ശരാശരിയും തന്നിട്ട് 50.25 കിലോഗ്രാം. അപ്പോൾ ബോയ്സ് എണ്ണം 16, ശരാശരി 50.25 കിലോഗ്രാം. നമുക്ക് തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി എന്നുള്ള സൂത്രവാക്യമാണ്. തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി. അപ്പോൾ നമുക്ക് ആകെ ഭാരം കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി ചെയ്താൽ മതി. 16 ഇൻറ്റു 50.25 ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ഈ ദശാംശം ഇല്ലാണ്ട് ഗുണിക്കുമ്പോൾ 80,400 എന്ന് കിട്ടും. ഈ 16ഉം 5025 ഗുണിച്ചാൽ 80,400. അതിനുശേഷം ഈ 2 ദശാംശം നീക്കണം. അപ്പോൾ 804 കിലോഗ്രാം. എന്ത് കിട്ടി? 16 കുട്ടികളുടെ ആകെ തൂക്കം കിട്ടി 804 കിലോഗ്രാം. നമുക്ക് ഇതുപോലെ അടുത്ത ഭാഗത്തെടുത്ത് നോക്കാം. ബാക്കിയുള്ള 8 ആൺകുട്ടികളുടെ ശരാശരി 45.15 കിലോഗ്രാം. അത് ബോയ്സ് എഴുതി. എണ്ണം 8 ശരാശരി 45.15. ഇവിടെയും ഇവിടെ ചെയ്ത പോലെ ആകെ ഭാരം കാണുക. 8 ഇൻറ്റു 45.15 ദശാംശം ഇല്ലാതെ ഗുണിക്കുമ്പോൾ 36,120 കിട്ടും. 8 ഇൻറ്റു 4,515 ഗുണിച്ചാൽ 36,120. അതിൽ 2 സ്ഥാനം നീക്കുമ്പോൾ 361.20 കിലോഗ്രാം. ഇപ്പം നമുക്ക് 2 ഭാഗങ്ങളായി കിട്ടി. ഇത് 16 കുട്ടികളുടെ ആകെ ഭാരം അറിയാം നമുക്ക്. അതുപോലെ പിന്നെയുള്ള 8 കുട്ടികളുടെ ആകെ ഭാരം അറിയാം. അപ്പോൾ നമുക്ക് എന്താ കണ്ട് ഈ 2ഉം കൂടി ചേർത്തിയിട്ടുള്ള ശരാശരി കാണണം. 2ഉം കൂടി ചേർത്തിട്ടുള്ള ശരാശരി എങ്ങനെ കാണുക? തുക ബൈ എണ്ണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് ഈ 2 ഗ്രൂപ്പിൻ്റെയും കൂടി ഒന്നിച്ച് ശരാശരി കാണണമെങ്കിൽ ഇതിൻ്റെ മൊത്തം തൂക്കവും കൂട്ടിയിട്ട് ആകെ എണ്ണം കൊണ്ട് ഹരിക്കണം. ആകെ ശരാശരി സമം ആകെ ഭാരം ബൈ ആകെ എണ്ണം. അപ്പോൾ ഈ 2 ഭാരം കൂടി കൂട്ടുക. ഏതാണ്? 804 പ്ലസ് 361.2 361.2 ബൈ ആകെ എണ്ണം. ഇവിടെ 16 ഇവിടെ 8, 16 പ്ലസ് 8. ഇത് നമ്മൾ കൂട്ടുന്നു. 804ഉം 361.2 കൂട്ടിയാൽ 1165.2 വരും. 2 എന്ന് വരും. 1165.2 ബൈ 24 എന്ന് വരും. നമ്മളിതിനെ 4 കൊണ്ട് പിടിച്ചെടുക്കുകയാണ്. 4 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ അംശത്തെ ഛേദത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 291.3 ബൈ 6 എന്ന് വരും. ഒരിക്കൽ കൂടി നമുക്ക് 2 കൊണ്ടും കൂടി നമുക്കിതിനെ ക്യാൻസൽ ചെയ്തെഴുതാം. 2 കൊണ്ട്, അപ്പം 2 കൊണ്ടല്ല 3 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് നമുക്ക് വെട്ടിച്ചുരുക്കാം. അപ്പോൾ മുകളിൽ 3 കൊണ്ട് 2 അംശത്തെയും ഛേദത്തെയും ഹരിക്കുമ്പോൾ 97.1 ബൈ 2 എന്ന് വരും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇനി നമുക്ക് 97.1നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 97.1നെ 2 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ 97.1നെ 2 ഭാഗമാക്കുക, അതായത് പകുതിയാക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. 97.1നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതിൻ്റെ പകുതി കിട്ടും. അതായത് 48.55 കിലോഗ്രാമാണ് ഈ 2 ഗ്രൂപ്പിൻ്റെയും കൂടി ആകെ. അതായത് ഈ ആകെ കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 48.55 കിലോഗ്രാം.